അഡ്വാൻസ് അക്കൗണ്ടിംഗ് പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം എക്സാമിന് 35 ഒക്കെ ആയിരുന്നു, അതായത് ആ റേഞ്ചിലായിരുന്നു മാർക്ക് കിട്ടുന്നത്. അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ 71 മാർക്സോട് കൂടിയാണ് പാസ്സാവാൻ പറ്റിയത്. ഒട്ടും ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരാളാണ് ഞാനും. ഇത് പറഞ്ഞത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല സാധാരണ, അല്ലെങ്കിൽ വല്ല എന്തിനും വല്ല ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്തൊരു തെറ്റാണ് അത് ചെയ്യരുത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു CA റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ മുമ്പ് ചെയ്ത CA റിലേറ്റഡ് വീഡിയോസ് എല്ലാത്തിനും ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത CA റിലേറ്റഡ് വീഡിയോസിൽ നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ CA ഇന്റർമീഡിയറ്റിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓരോ പേപ്പേഴ്സും എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അങ്ങനെ കുറേ ടിപ്സ് ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓൾറെഡി ലോ പേപ്പറിന്റെയും ടാക്സ് പേപ്പറിന്റെയും പ്രിപ്പറേഷനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഞാനിവിടെ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ വല്ലതും കൊടുത്തേക്കാം. അപ്പോൾ കണ്ടില്ലാത്തവരത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചാനലിൽ ഞാൻ CA എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CA വീഡിയോസ് എല്ലാം ഓർഡറിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് CA ഇന്റർമീഡിയറ്റിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിലെ അഡ്വാൻസ് അക്കൗണ്ടിംഗ് പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം എക്സാമിന്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ടിപ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമർ ആയിട്ടൊരു കാര്യം പറയാം. അതായത് അഡ്വാൻസ് അക്കൗണ്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പേപ്പർ ആയിട്ടാണ് തോന്നിയത്. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് പഠിക്കാനൊക്കെ. പക്ഷേ എനിക്ക് എക്സാമിന് അങ്ങോട്ട് നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയാണ് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനൊരു രീതിയിലായിരുന്നു ഞാൻ അഡ്വാൻസ് അക്കൗണ്ടിങ്ങിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കിട്ടിയിരുന്ന മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ഒക്കെ ആയിരുന്നു. അതായത് ആ റേഞ്ചിലായിരുന്നു മാർക്ക് കിട്ടുന്നത്. നമുക്ക് 40 ആണല്ലോ പാസ് മാർക്ക് വേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 35 ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഒക്കെ കൂട്ടി എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കി എൻ്റെ ഒരു മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്ന് ഇപ്പം ഞാൻ ആ എഴുതിയ അറ്റംപ്റ്റ് Jan 25 ഞാൻ എഴുതിയ അറ്റംപ്റ്റിൽ ഞാൻ എഴുതിയിരിക്കുന്ന CA ഇന്റർമീഡിയറ്റിന്റെ അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ 71 മാർക്സോട് കൂടിയാണ് പാസ്സാവാൻ പറ്റിയത്. അതായത് എനിക്ക് എക്സംഷനോട് കൂടിയാണ് പാസ്സാവാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതാണ്. എല്ലാ ടിപ്സും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ നിങ്ങൾക്ക് എന്താണെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു ടിപ്പാണല്ലേ. അപ്പോൾ എന്താണെങ്കിലും അഡ്വാൻസ് അക്കൗണ്ടിങ് പോലൊരു പ്രാക്ടിക്കൽ പേപ്പറിന് ആ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയുടെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് നമ്മളിപ്പം പ്രോബ്ലം പേപ്പറിൻ്റെ മുമ്പ് വരുന്ന കുറച്ച് തിയറി കാണാതെ പഠിക്കുന്നതല്ല നമ്മൾ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ആ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ആ ഒരു പ്രോബ്ലത്തിൽ വരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവത്തെയാണ് ഈ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നമ്മൾ പറയുന്നത്. അതായത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പം ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്സ്, അതായത് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് കാര്യങ്ങൾ വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ ട്വിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ അക്കൗണ്ട്സിൻ്റെ പേപ്പർ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി എന്ന് പഠിച്ചുകൊണ്ട് പോകരുത്. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കാര്യം പഠിച്ചുകൊണ്ട് തന്നെ പോകണം. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. നമ്മുടെ ഇലസ്ട്രേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ കുറേ ട്വിസ്റ്റും ടേൺസും ഒക്കെ വരുത്തിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോർമാറ്റ് കാണാതെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സാമിന് നല്ലോണം പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണെങ്കിലും കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ കോൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ നിങ്ങൾ അതനുസരിച്ച് ഒരു ഷോർട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്യുക ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമല്ലോ, എക്സാം പ്രാക്ടീസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുമ്പും ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റണം. അതായത് ഇന്ന ചാപ്റ്റർ അനുസരിച്ച് ഇന്ന കോൺസെപ്റ്റ് ആണുള്ളത് എന്നൊക്കെ ഫുള്ള് കാണുന്നത് ഒരു 2 മണിക്കൂറൊക്കെ എടുക്കാവുള്ളൂ റിവിഷന്.
കോൺസെപ്റ്റ് റിവിഷൻ അങ്ങനെ റിവിഷൻ ചെയ്തെടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം മൊത്തം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. എനിക്കിനി എങ്ങനെയാണ് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വന്നതെന്ന് ഞാൻ പറയാം. അതായത് എനിക്ക് ഒട്ടും ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊരു ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരാളാണ്. ഞാനും ഇത് പറഞ്ഞത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കൊണ്ടുവന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രിപ്പിളയിൽ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ആദർശ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇത്ര നല്ലോണം കിട്ടിയത്. എനിക്ക് എന്തുകൊണ്ടാണ് ഞാനിത് പഠിക്കുന്നത്, എന്താണ് സംഭവങ്ങൾ, എന്താണ് നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, എങ്ങനെയാണ് നമ്മളത് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിയത് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. സാർ നമുക്ക് അത്ര ബേസ് ലെവലിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ മനസ്സിലാക്കി തരും. പ്ലസ് സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് നോട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററും പഠിപ്പിച്ചതിന് ശേഷം സാർ അതിൻ്റെ നോട്ട്സ് തരും, കോൺസെപ്ഷൻ നോട്ട്സ് അതിനെ PDF ആക്കി സാർ തരും. അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് സാർ ഫുൾ PDF ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു PDF മാത്രം എക്സാമിന് തലേ ദിവസം ഒന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മിക്ക കോൺസെപ്റ്റും അപ്പോഴങ്ങ് കവറാം. എന്നിട്ട് നമ്മൾ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ ആ PDF ഇപ്പോൾ എന്നോട് ചോദിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അതൊരു ഫാക്കൽറ്റി അവർ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന സംഭവമല്ലേ, അവരത് സെയിൽ കൊണ്ട് വെച്ചിരിക്കുന്നതല്ലേ. അപ്പം നമുക്കത് ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ PDF എൻ്റെ അടുത്ത് ചോദിക്കരുത്. നിങ്ങൾക്ക് ആ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിപ്പിളൈഡ് ആപ്പിൽ പോകാൻ സാറിൻ്റെ ക്ലാസ് പർച്ചേസ് ചെയ്യാം കേട്ടോ. സാറിൻ്റെ ക്ലാസ് എനിക്ക് അത്രയ്ക്ക് വേർത്തി ആയിട്ടാണ് തോന്നിയത്. കാരണം അത്രയ്ക്ക് എനിക്ക് ഈ ഒരു ഇത്രയും 71 മാർക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രത്തോളം ആ 35 എന്നൊരാളെ 71 മാർക്സിൽ വരെ കൊണ്ടെത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി സാറ് ക്ലാസ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറ് ട്രിപ്പിളൈഡാണ് പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് എൻ്റെ കയ്യിലൊരു റെഫറൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ട്രിപ്പിളൈഡ് ആപ്പ് പർച്ചേസ് ചെയ്തിട്ട് അവിടെ പോയി കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ്സും ഇനി എന്ത് ക്ലാസ് വേണമെങ്കിലും അവിടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം നമുക്കിപ്പം ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് ഫുൾ ഗ്രൂപ്പായിട്ടും എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ തരുന്നേക്കുന്ന ആ ലിങ്ക് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ടാബിലോ എല്ലാം കാണുമല്ലോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം. എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാതെ വീണ്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിൽ പോയിട്ട് എന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് നടത്താനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ റിസൾട്ട് വന്നിട്ട് അടുത്ത ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ എത്രയും നേരത്തെ ക്ലാസ് കിട്ടുന്നോ അത്ര നല്ലത്. ഞാനൊക്കെ തുടക്കം മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ലതാണ്. നമുക്ക് റെക്കോർഡിനോട് ചിലപ്പോൾ ലൈവ് സെഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ്. ഈ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പേഴ്സണലി അയച്ചു തരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. പക്ഷേ കുറേ ട്വിസ്റ്റുകൾ അവിടെ കാണുന്നുള്ളതാണ്. അപ്പം ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും കവർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ അടുത്തൊരു കുട്ടി നമ്മളെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും മാത്രം ചെയ്തുകൊണ്ട് പോയാൽ മതിയോ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനെന്ന്. ഇപ്പം നമ്മൾ ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. അതും ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അല്ലാതെ അത് മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ RTP MTP അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ മെയിനായിട്ട് ഈ ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കുറച്ച് നേരം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മടുക്കും, ഫോൺ നോക്കി പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബോർ അടിച്ച് നമ്മൾ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നതെന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ടിപ്പ് ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതുപോലെ ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് വെക്കും. അതായത് ഇല്ലസ്ട്രേഷൻസിൻ്റെ ഫുൾ നമ്പേഴ്സ് ഇങ്ങനെ എഴുതും. എന്നിട്ട് ആ ഓരോ ചാപ്റ്ററിന് കംപ്ലീറ്റ് ആയി പോകുന്നതനുസരിച്ച് ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് വെക്കും. ആക്ച്വലി ഇതൊരു സൈക്കോളജിയാണ്. കാരണം നമ്മളിപ്പം ടിക്ക് ചെയ്ത് വെക്കുമ്പം അടുത്തതും കൂടെ ടിക്ക് ചെയ്ത് ആ കോളം മൊത്തം ഫില്ല് ചെയ്യാനായിട്ട് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു എന്താ പറയേണ്ട ഒരു ഡിസയർ വരും. ഉള്ളിൽ നമുക്കിങ്ങനെ തോന്നും, അയ്യോ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമല്ലോ നമുക്കിങ്ങനെ തോന്നും. അപ്പം നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ചാപ്റ്ററിൽ ഒരു 8 ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് 10 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 8 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്കങ്ങ് വയ്യ, മതി, ഇനി ചെയ്യാൻ വയ്യ, അതായത് നമ്മളങ്ങ് തളർന്നു പോയി, ഇനി ക്ഷീണം, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കും 2 കൂടെ ഉള്ളൂ, അതും കൂടെ ടിക്ക് ചെയ്ത് ഈ സീരീസ് പോലെ ടിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം അതൊരു നല്ല ടെക്നിക്കാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്താ പറയേണ്ടത്, കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ടിക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വല്ല ട്രിക്കി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് എക്സാമിന് തലേ
സിലബസ് ഒക്കെ നോക്കാൻ നേരത്ത് ബാക്കി എല്ലാ പോയിന്റ്സും കൂടെ നോക്കേണ്ട ആവശ്യമില്ല, ആ ടിക്ക് ചെയ്തത് മാത്രം നോക്കിയാൽ മതി. ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന്റെ ബേസിൽ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്ന കാര്യം എന്താ? ടൈം അല്ലേ? ടൈമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ടൈം കിട്ടാറേ ഇല്ല. എങ്ങനെ പോലെ നിങ്ങൾ എക്സാമുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത്. അങ്ങനെ വിചാരിച്ചാൽ തന്നെ നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസ് അവിടെ പോകും. അതായത് 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല സാധാരണ, അല്ലെങ്കിൽ വല്ല എന്തിനും വല്ല ആയിരിക്കണം. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ 100% കംപ്ലീറ്റ് ചെയ്യുന്ന ആരും പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 85% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോടെ പോകാം. പക്ഷേ ഈ 85% നിങ്ങൾക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അപ്പോൾ അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സ്പീഡ് വേണം. സ്പീഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നേരത്തെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രോബ്ലംസ് എല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇവിടെ ഒരു ബോണസ് ടിപ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്തൊരു തെറ്റാണത്, അത് ചെയ്യരുത്. അതായത് അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ എഴുതാനായിട്ട് പോകുമ്പം ഈ സ്കെയിലും പെൻസിലും എല്ലാം എടുത്ത് നിങ്ങൾ പോയി അവിടെ ചെന്ന് കോളംസ് ഫുള്ള് വരച്ച് അങ്ങനെ ഒന്നും ഇരുന്ന് ചെയ്യരുത്. ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണത്. പക്ഷെ അത് പിന്നെ ഞാനിപ്പോൾ ഇത്തവണ എഴുതിയപ്പോഴത്തേക്ക് തിരുത്തി. കാരണം ഇത്തവണത്തെ ഞാൻ എഴുതിയ എക്സാമിനകത്ത് എനിക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ബാലൻസ് ഷീറ്റ് എഴുതി എനിക്ക് ടാലിയുമായി. പക്ഷെ ഞാൻ അതിനകത്തൊരു കോളം എന്നൊരു സംഭവം വരച്ചിട്ടേ ഇല്ല. അപ്പോൾ കോളം വരയ്ക്കുന്നത് എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടത്തില്ലായിരുന്നല്ലോ. അപ്പം അതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. 2 വരെ ഇങ്ങനെ വരയ്ക്കുക, 1 വരെ ഇങ്ങനെ വരയ്ക്കുക. പർട്ടിക്കുലർസ് റുപ്പീസ് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഫുൾ കോളം നിങ്ങൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്രയും സമയമാണ് നിങ്ങളുടെ പോകുന്നത്. നിങ്ങൾക്ക് വേറൊരു ആൻസർ തിങ്ക് ചെയ്യാനുള്ള സമയം അവിടെ പോകുന്നത്. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ ആ കോളത്തിൻ്റെ അകത്ത് എന്ത് എഴുതിയിരിക്കുന്നു അതാണ് കാര്യം. അല്ലാതെ കോളം എത്ര ഭംഗിയായിട്ട് വരയ്ക്കുന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സമയം മാക്സിമം കുറച്ചിട്ട് എഴുതാൻ നോക്കുക. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചുമ്മാ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കാതെ അത് എഴുതി നോക്കാം. ഇതുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ കോളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വര കൊണ്ട് 2-3 വര ഇങ്ങനെ വരച്ചിട്ട് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങളുടെ കൈ അതിനനുസരിച്ച് വഴങ്ങി വരും. അപ്പം നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ആ സ്പീഡ് വരും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ബാലൻസ് ഷീറ്റും പിയാനിലൊക്കെ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് തിങ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെയും പിയാൻഡലിൻ്റെയും ഫോർമാറ്റും പിന്നെ ASൻ്റെ നമ്പേഴ്സും ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അതായത് ASൻ്റെ നമ്പേഴ്സും പേരും നിങ്ങൾ AS 1 തൊട്ട് നമുക്കിപ്പം AS 29 വരെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് 2 AS ഇല്ല. ബാക്കിയുള്ള എല്ലാ ASൻ്റെ നമ്പേഴ്സും ആ പേരും കാണാതെ നമുക്ക് പഠിക്കണം. അത് ആ ഒരു ഫ്ലോയിൽ തന്നെ വരണം. ഒരു മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റണം. അത്രയ്ക്ക് സ്പീഡിൽ പഠിക്കണം. ഇത് നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം പിന്നെ നമുക്ക് ഇരുന്ന് ഇത് ഏത് ASആ എന്ന് ആലോചിച്ചെടുക്കേണ്ടി വരത്തില്ല. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ കാണാതെ പഠിക്കണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തും എങ്ങനെ ചെയ്യണം? അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ പിയാനലിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു നമ്മൾ ആദ്യമേ ഫസ്റ്റ് പേജ് എടുക്കാം, ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അടുത്ത പേജ് എടുക്കുക, പിയാനൽ വരയ്ക്കാം. അതിൻ്റെ അടുത്ത പേജ് എടുക്കുക, നോട്ട്സ് ടു അക്കൗണ്ട്സിന് എഴുതുക. എന്നിട്ട് നമ്മൾ ഒരു 2-3 പേജ് വിടുക. അതിൻ്റെ അടുത്ത പേജ് ഇട്ടാണ് നമ്മൾ വർക്കിംഗ് നോട്ട്സ് എല്ലാം ചെയ്തു തുടങ്ങേണ്ടത്. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ഫുൾ ഫോർമാറ്റ് നമ്മൾ എഴുതണം, പിയാനലിൻ്റെ ഫുൾ ഫോർമാറ്റ് നമ്മൾ എഴുതണം. ക്വസ്റ്റ്യൻ വേറെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാകും നമ്മൾ നോക്കണ്ട. ബാലൻസ് ഷീറ്റും പിയാനലാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോർമാറ്റ് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതിയേക്കുന്നതിനകത്ത് ആ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പോരെ, തീർന്നില്ലേ പ്രശ്നം. അതല്ല, നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് മാത്രം നോക്കിയിട്ട് ബാലൻസ് ഷീറ്റിൽ എഴുതാനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ അപ്പോൾ ഒരു സമയമാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമേ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി അങ്ങ് പഠിച്ചു വെക്കുക, അത് അതേപോലെ എഴുതുക. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യാൻ നേരത്തെ റഫ് പേപ്പറിൽ വല്ലതും ഇതേപോലെ ബാലൻസ് ഷീറ്റൊക്കെ സ്പീഡിൽ വരച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് അത് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇനി മടി വിചാരിക്കില്ലേ, കാരണം ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കൈക്ക് ഭയങ്കരമായിട്ട് വഴക്കം വരും. ഞാനും ഒക്കെ ആ എക്സാമിന്, ഇപ്പം ഞാൻ എഴുതിയ അറ്റംപ്റ്റിലെ എക്സാമിന് ബാലൻസ് ഷീറ്റൊക്കെ സ്പീഡിലാണ് വരച്ച് ചെയ്തത്. അതുകൊണ്ട് ആ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 15 മിനിറ്റ്സ് കൂളിംഗ് ടൈം എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ അക്കൗണ്ട്സിനും ചെയ്യാറ്. അതായത് ആദ്യം അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കും. അതായത് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എന്തിനെക്കുറിച്ച് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് അറിയാവുന്ന മാത്രം സെലക്ട് ചെയ്യും. ആ ഒരു സമയം കൊണ്ട് അത്ര സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാനത് റഫായിട്ടൊന്ന് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 10 മാർക്സ് നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്ക് അറിയാം, നമുക്ക് ആൻസർ പേപ്പറിലോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി, ബാക്കി എല്ലാം ഓക്കെ എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ആ ഒരു കോൺഫിഡൻസ് വരും. അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നും അറിയാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ 15 മിനിറ്റ് കൊണ്ട് നല്ലോണം പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് ഞാൻ 15 മിനിറ്റ്സ് കൂളിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ്, നമ്മുടെ കമൻസ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സിൻ്റെ ഏതെങ്കിലും കുറച്ച് പിക്ക് ചെയ്തിട്ട് ഞാൻ ആൻസർ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം പിക്ക് ചെയ്തിട്ട് എനിക്ക് അറിയാവുന്ന പോലെ ആൻസർ പറയുകയാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന്
പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും എഴുതിയ അറ്റംപ്റ്റ്സ് വെച്ചിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഏരിയാസാണ് ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല മാർക്ക് കിട്ടും. കാരണം നമുക്കതൊരു കോമൺ സെൻസ് വെച്ച് ജേണൽ എൻട്രി അല്ലേ, അത് എഴുതി അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. അതെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടുന്നത് നല്ലോണം പഠിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ അതേപോലെ തന്നെ അമാൽഗമേഷൻ, പിന്നെ ASലാണെന്നുണ്ടെങ്കിൽ AS 15 എംപ്ലോയി ബെനിഫിറ്റ്സ്, പിന്നെ അതേപോലെ ലീസ് 19, പിന്നെ അതേപോലെ നമ്മുടെ ബോറോയിങ് കോസ്റ്റ് 16. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നിന്നൊക്കെ നല്ല ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ എല്ലാം ഒന്നും ഓർത്തിട്ട് പറയുന്നൊന്നും അല്ല, ഞാൻ എഴുതിയ അറ്റംപ്റ്റ്സിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ പറയാൻ ആരുമല്ല, കാരണം ഞാനൊരു ഫാക്കൽറ്റി അല്ല. അപ്പോൾ ഫാക്കൽറ്റീസിന് കറക്റ്റായിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറയുവാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഏരിയാസ്. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഏരിയാസ് എന്താണെങ്കിലും കാണും. ബാക്കി ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നിങ്ങൾ പോയി ചോദിക്കുക. അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ആൻസേഴ്സ് കിട്ടുക. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉറപ്പായിട്ടും വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ CA റിലേറ്റഡ് ആയിട്ടും ബാക്കി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. പിന്നെ ട്രിപ്പിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എന്റർടൈനിങ് വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.